ഇന്നും നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് എന്നോട് കാണിക്കുന്ന വ്യക്തിവൈരാഗ്യം, ഞാനെന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്താണ് അതിൻ്റെ കാര്യമെന്ന് എനിക്കറിയില്ല. അസോസിയേഷൻ്റെയൊക്കെ നേതൃത്വത്തിലിരുന്ന് ഇവരെയൊക്കെ സഹായിച്ചിട്ടുള്ള അല്ലാതെ ഒരാളെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഇന്നും ആർക്കെങ്കിലും ഒരു തൊഴിലാളി ഉൾപ്പെടെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായമല്ലാതെ വിനയൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ട്, വിനയം കാരണം അതെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഞാനൊരു അസോസിയേഷൻ്റെ നേതൃത്വത്തിലൊക്കെ ഇരുന്നപ്പം ഞാൻ ന്യായം പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ സൂപ്പർ താരങ്ങൾ എന്നോട് പിണങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചിത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഞാനൊന്നും ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാരെ കണക്ക് പടങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒന്നും നേതാവായതല്ല. നേതാവായതോടെ ഞാൻ പടങ്ങൾ എൻ്റെ പോയി എന്നുള്ളതാണ് സത്യം. ഞാൻ ന്യായത്തിന് വേണ്ടി നിന്നതാണ്. ഇന്നും അന്നും പറയുന്ന വാക്കുകൾക്ക് വേണ്ടി നിൽക്കും. ഇനി എന്തതിന് എൻ്റെ മനസ്സിന് സത്യമെന്ന് തോന്നിയതിന് വേണ്ടി ഞാൻ നിന്നിട്ട് എന്ത് നമുക്ക് കുഴപ്പമുണ്ടായാലും അത് സഹിക്കും എന്നുള്ള ഒരു വിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ടുള്ള ലോസ് എനിക്ക് പ്രശ്നമല്ല. ഞാനിങ്ങനെയൊന്നും ആകുമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഒന്നും വന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജീവിതം കഴിയേണ്ട ഞാനാണ്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ സിനിമ എന്നാണ്. അപ്പം ഇങ്ങനെ ഡ്രാക്കുള പോലൊരു സിനിമ പോലും സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ സിനിമയിലോട്ട് വന്ന കണക്ക് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത്. എനിക്കറിയില്ല ഇത്രയും വലിയൊരു പ്രോജക്റ്റ്. ഇത്രയും ശത്രുക്കളായിട്ട് എനിക്കിപ്പോൾ ഉള്ളപ്പോഴും അങ്ങേപ്പുറം എൻ്റെ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ തെലുങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എടുക്കാനും തമിഴിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എടുക്കാനും ഒക്കെ അവർ വന്നുകൊണ്ടാണ് ഈ ചിത്രം തീർന്നത്. ഇവിടെ ഒരു സൂപ്പർ താരത്തിൻ്റെ ചിത്രം പോലും അനൗൺസ് ചെയ്ത ഉടനെ ഒന്നും വെളിയിലാരും വന്നെടുക്കാറില്ല. ഇതിനകത്തൊരു താരമൊട്ടില്ല താനും, മനസ്സിലായി. അപ്പം ഒരു ചിത്രം അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ വെളിയിൽ നിന്ന് അന്യഭാഷയിൽ നിന്ന് വന്നിട്ട് ആ ചിത്രത്തിൽ ഞങ്ങളെടുത്തിരിക്കുന്നു, അവരുടെ പൈസ മേടിച്ചുകൊണ്ട് റൊമാനിയയ്ക്ക് പോവുക. ഇതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമ കണ്ട് സിനിമയിലോട്ട് വന്ന ഒരാളാണെന്ന് പറയാം, പ്രിയദർശൻ. ഞാൻ ലേറ്റായിട്ട് സിനിമയിൽ എൻട്രി ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രിയദർശൻ്റെ സ്റ്റുഡിയോ, അദ്ദേഹം ഇന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടാണ്. അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറായ നമ്മുടെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മോൻ രാജാകൃഷ്ണനാണ് എന്നോട് പറയുന്നത്, സാർ ഇവിടെ നമുക്ക് മിക്സ് ചെയ്താലോ. അപ്പോൾ ഞാൻ എനിക്കെന്താ സന്തോഷമാണ്. നമ്മുടെ അതിശയനും അതുപോലുള്ള അത്ഭുതദ്വീപ് അതുപോലെ ഏത് പടങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പയ്യൻ വിളിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ കൊടുക്കുന്നത്. വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു, എല്ലാം ഡംപ് ചെയ്തു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോഴാണ് ഈ പയ്യൻ കൂടെ എൻ്റെ അവിടുത്തെ മാനേജർ ഉണ്ണിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ നിന്നൊരു B ഉണ്ണികൃഷ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വർക്ക് ചെയ്താൽ ഇവിടുത്തെ ഡയറക്ടർമാരവിടെ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം? അത് വിനയൻ്റെ വർക്ക്. ഇപ്പോഴും അവരതാണ്, വിനയനാണ് അവരുടെ ടാർഗറ്റ്. രാത്രി പോലും ഇവരൊക്കെ ഞെട്ടി ഉണരുന്നുണ്ടെന്ന് തോന്നി. സിബിയും ഉണ്ണികൃഷ്ണനും ഒക്കെ വിനയൻ എന്ന് ചോദിച്ചിട്ട് എനിക്കറിയില്ല. അല്ല, ഞാൻ എത്രയോ വർഷമായിട്ട് ഈ രംഗമൊക്കെ വിട്ട് പോകുന്ന ആളാണ്. ഇവരുമായിട്ടുള്ള ഉടക്കും ഞാൻ ഈ അസോസിയേഷനൊക്കെ വിട്ട ആളാണ്. പക്ഷേ ഇവർക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് വിനയൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം വിനയൻ്റെ വർക്കാണോ വർക്ക് ഞങ്ങളാരും തരത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കിത് അറിയില്ലായിരുന്നു വിനയനുമായിട്ട് ഇവർക്കുള്ള പ്രശ്നമൊക്കെ. ചേട്ടാ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോയെന്ന് നമുക്കറിയില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, എത്രയോ വർഷമായി, ഇവർക്ക് ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല, ഞാനത് പ്രിയമ്മാമനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയൻ എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, പ്രിയ, ഞാനിവിടെ ആദിത്യ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നത് അവിടെ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എന്ത് പറയുന്നു പ്രിയൻ? അപ്പോൾ അല്ല വിനയ, അത് അവർ കാണിക്കുന്ന വൃത്തികേടാ. ഇവനൊക്കെ ഇതാണോ സംഘടനാ പ്രവർത്തനം? ഒരു കലാകാരനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതാണോ? ഞാനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വിനയം വിഷമിക്കേണ്ട, വിനയം അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഉണ്ണികൃഷ്ണനോട് ഇപ്പോൾ പറയാം, അല്ലെ എനിക്ക് കത്ത് തരണമെന്ന് പറയും. അതുകൊണ്ട് വിനയം കോർട്ടിൽ പോയാലും ഇവനൊക്കെ കോമ്പറ്റീഷൻ കോർട്ടിൽ പോയാലും അകത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആശ്വാസമായി. പ്രിയനെ കണക്ക് ഒരാൾ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നു. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. പ്രിയൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചാൽ പറഞ്ഞു, ഒന്നുകൂടെ ആ ഉണ്ണി തിരിച്ചു വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പുള്ളി ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ പുള്ളി തിരിച്ചു വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് സുഹൃത്തെ തുറന്നു പറഞ്ഞാൽ ഈ പ്രിയദർശൻ്റെ ഫോൺ പിന്നെ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഓഫ് ചെയ്തിരുന്നു ഞാൻ വിളിച്ചപ്പോൾ പല പ്രാവശ്യം. എനിക്ക് വളരെ ഫീൽ ചെയ്തു. അദ്ദേഹത്തെ പോലെ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ. അദ്ദേഹമൊക്കെ കാശിനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഇന്ന് പട്ടണിയൊന്നുമില്ല. ഇവിടുത്തെ ഡയറക്ടർമാർ ഇതിൽ ഹിന്ദിയും തമിഴും ചെയ്തിട്ടൊക്കെ അങ്ങനെ അന്തസ്സായിട്ട് അവിടെ കാശുകൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ടെക്നീഷ്യനും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനുമാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആൾ ഈ ചൂത്തകൾ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ ഉടനെ ഇത് കേട്ടിട്ട് അതിന് കൂട്ടു നിൽക്കുക. അയ്യോ, അത് അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്യുന്നൊരവസ്ഥ എന്നെ ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തു. എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ? ഇവർ എത്ര വർഷമായിട്ട് കുരയ്ക്കുന്നു വിനയനെ കൊണ്ട് പടം ചെയ്യിക്കില്ല. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പടം ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ ഇങ്ങനെ ജനത്തിൻ്റെ മുന്നിൽ ഇവർക്ക് അപകാശരാകാം. യക്ഷി ഞാനുള്ള ചിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ കോടതിയിൽ പോയി സെൻസർ ചെയ്യാൻ ഒരുത്തൻ്റെയും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഓർഡർ മേടിച്ച് കൈവച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഇവിടുത്തെ അസോസിയേഷനിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തത്. കാരണം എന്താ, ഇവർ എതിർത്ത് നിന്നപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് ചിത്രം കൊണ്ടുവരാനൊന്നും ആരുടെയും സേവ പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സത്യം കോടതിയിൽ നിന്ന് ഓർഡർ മേടിച്ച ആളാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നിട്ട് ഈ പടത്തിനും പ്രശ്നമായി. പിന്നെ നമുക്കിവിടെ അത്യാവശ്യമായിട്ട് തെലുങ്ക് പാർട്ടിക്ക് സോങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇമ്മീഡിയറ്റായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ സാധിച്ചു. ഞാൻ യാഷ് ചോപ്രയുടെ സ്റ്റുഡിയോയിൽ പോയി ബോംബെ പോയി ആ സോങ് മിക്സ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ വരുമ്പം
ഈ ബബിൾ ജോർജ് റഹ്മാന് ഇതിൻ്റെ മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു. അയാളെ ഇദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടല്ലോ ബബിൾ ജോർജിന്. അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ആദ്യമായിട്ടൊരു പടം വന്നാണ് വിനയൻ സാറിനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ക്രൂശിക്കുകയാണ് എന്ന് എന്തോ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ പുള്ളി തിരിച്ച് മെസ്സേജ് അയച്ച് വായിച്ചു ഞാൻ. വിനയൻ സാറിൻ്റെ പടം ചെയ്യുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി ചെയ്തു, എന്ത് കാര്യവും ചെയ്യാനും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, എന്നോടെന്തോ ഒരു ഇഷ്ടമുള്ള ആരാധനയുള്ള ഒരു വ്യക്തി സംസാരിക്കുന്ന പോലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനവിടെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അവിടെ മേടിക്കുന്ന പൈസ പോലും എന്നോട് മേടിച്ചില്ല. എനിക്കിപ്പോൾ പ്രിയൻ്റെ സ്റ്റുഡിയോയിൽ പറഞ്ഞതിനേക്കാളും കാശും കുറച്ച് കിട്ടി, അതിലും എത്രയോ മേളിലുള്ള ക്വാളിറ്റി കിട്ടി. AR റഹ്മാൻ പോലുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റി അവിടെ പറ്റി പോകുമ്പം. അതൊക്കെ ആണെങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ ഭയങ്കര നൊമ്പരമുണ്ട്, ഭയങ്കര നൊമ്പരമുണ്ട്. ഇതൊക്കെയാണോ ഇവിടുത്തെ സിനിമാക്കാരുടെ ജനാധിപത്യം? ഇതൊക്കെയാണോ അവരുടെ മനസ്സിലിരിപ്പ്? ഇതൊക്കെയാണോ ഇവരുടെ കല എന്ന് പറയുന്നത്? കലാകാരന്മാർ സംസ്കാര സമ്പന്നരായിരിക്കണ്ടല്ലേ? അല്ലേ പിന്നെ ഞാൻ വല്ല ക്രിമിനലായിരിക്കണം, ഇവൻ്റെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് തല്ലുണ്ടാക്കിയിരിക്കണം, ഇവൻ്റെ കാശും കൊണ്ട് എടുത്തുകൊണ്ട് പോയിരിക്കണം. ഇത് എന്ത് വൃത്തികളെ ഇവന്മാരി കാണിക്കുന്നത്? എനിക്കക്കാര്യത്തിൽ ഭയങ്കര വേദനയുണ്ട് സത്യം.